ഞാനും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, പിന്നെ ഞാനെന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഇതിപ്പം ആരുടെയൊക്കെ മനസ്സിലൂടെ പോകുന്നുണ്ടാവും ഈ ഒരു ഡൗട്ട്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ്, വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ ആരുടെയും മുന്നിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്നല്ല. നമ്മളൊരു മാരീഡ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നമുക്ക് ഒരു ഹസ്ബൻഡിൻ്റെ ഒരു കെയർ അല്ലെങ്കിൽ സപ്പോർട്ട് ഒക്കെ ആവശ്യമാണെങ്കിൽ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഒരു ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് റിലേഷൻഷിപ്പ്, അത് ഡിപ്പെൻഡൻ്റ് എന്നല്ല. നമ്മൾ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു, അത് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് റിലേഷൻഷിപ്പാണ്. നമുക്ക് ഹസ്ബൻഡിൻ്റെ കെയർ സപ്പോർട്ട് ഒക്കെ ആവശ്യമാണ്, അതേപോലെ ഹസ്ബൻഡിനും നമ്മുടെ കെയർ സപ്പോർട്ട് ഒക്കെ ആവശ്യമാണ് അല്ലേ? അപ്പം അത് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അതൊരു ലീനിങ് എന്ന് പറയും. നമ്മൾ ആ ഹസ്ബൻഡിൻ്റെ ഒരു സ്നേഹം ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടി നമ്മളത് ഇഷ്ടത്തോടെ ഹാവ് ടു ഡൂ എന്നല്ല, നമ്മൾ ഐ ചൂസ് ടു ഡൂ എന്ന് പറയും. നമ്മൾ ചെയ്തേ പറ്റൂ, എനിക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള ഫീലിങ്ങിലല്ല, എനിക്ക് ഇഷ്ടത്തോടെ ചെയ്യുന്നു, അങ്ങനെയാണ്. അതിന് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടോ സാക്രിഫൈസ് ആയിട്ടോ അങ്ങനെ കാണാതെ നമ്മളത് സന്തോഷത്തോടെ ചെയ്യുമ്പം അത് കംപ്ലീറ്റ്ലി വേറൊരു ഫീലിംഗ് ആണ് അല്ലേ? അല്ലാതെ ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് ലേഡിയാണ്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിന് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് വീട്ടിലെ കുറേ കാര്യങ്ങൾ എനിക്കത് ചെയ്തേ പറ്റൂ, ആ ഫീലിങ്ങിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അങ്ങനെ അത് ഐ ഹാവ് ടു ഡൂ ഇറ്റിൽ നിന്നും ഐ ചൂസ് ടു ഡൂ ഇറ്റ് എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പം അതിൻ്റെ ഒരു എനർജി, നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കാണുന്ന ഒരു എനർജിയെ ഷിഫ്റ്റ് ആവും. അപ്പം അങ്ങനെ നമ്മൾ കാര്യങ്ങളെ സമീപിക്കാൻ നോക്കുമ്പോഴത്തേക്കും ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയി തീരും അല്ലേ?